അവളെങ്കടാ? അവള് അല്ല, മീനമ്മയെ കാണാൻ പറ്റില്ല. ഞങ്ങള് ചെന്നപ്പോഴേക്കും എന്തൊക്കെയോ തട്ടിമറിഞ്ഞു വീണ് ആളുകളൊക്കെ ഉണർന്നു. അവനെങ്കടാ? പാസി മരിച്ചുപോയി. പറഞ്ഞ പോലെ ബാസി അവിടെ പോയി. കോഴി കൂവി, നേരം വെളുത്തു. ഇന്ന് നല്ല ഫസ്റ്റ് ക്ലാസ് ഒരു കണിയായിരിക്കണേ. ദൈവമേ, ഇന്നലെ ഞാൻ കട്ടിന്റെ അടിയിലാണ് കിടന്നത്. ഇതിന് ഇങ്ങനൊരു ഡോർ ഉണ്ടായിരുന്ന? കാര്യലാഭം, ധനയോഗം, ഇഷ്ടഭക്ഷണം എല്ലാം കൂടി മിക്സ് ചെയ്തൊരു ഉഗ്രം കണി കാണിക്കണേ ഈശ്വര. ഒറ്റ രാത്രി കൊണ്ട് മതിലൊക്കെ മാറിയ ശത്രുക്ഷയം. എന്റെ എല്ലാ ശത്രുക്കളും ക്ഷയം വന്ന് ചാവട്ടെ. ധനലാഭം, ഉദ്ദിഷ്ട കാര്യലബ്ധി. ആരാത്? ഞാനാ മീന. ഇതെന്താ രാവിലെ? ഭുവന അടുക്കളയിലുണ്ട്, വേഗം ചെല്ല്. ഞാൻ ഈ കണിയൊന്ന് കണ്ടിട്ട് വരാം. രാവിലെ വന്ന് ഭുവന, ആ പ്രഷർ കുക്കർ ഓഫ് ചെയ്തോ? അരി വെന്തെന്നാ തോന്നണത്. ഏത് തെണ്ടിയാടാ ഈ കസേര ഉണ്ടെന്ന് വാതിക്കലിട്ടത്? ധനയോഗം. മുതലാളി എന്താ എന്റെ വീട്ടില്? നീ എന്താടാ എന്റെ വീട്ടിലെ? മുതലാളി എന്റെ വീട് വാങ്ങിച്ച? അയ്യോ, ഇത് മുതലാളിയുടെ വീടല്ലേ? അയ്യോ, എന്നെ പുഴുങ്ങല്ലേ! അയ്യോ, ഇനി പറയാൻ എന്തെങ്കിലും ബാക്കിയുണ്ടോന്ന് ഒന്ന് ഓർത്തു നോക്കിയടാ. ഇല്ല, എല്ലാ സത്യങ്ങളും ഞാൻ തുറന്നു പറഞ്ഞില്ലേ. ഇനി ഒന്നുമില്ല, എന്റെ ഉള്ളു കാലിയാണ്. ഒന്നും ബാക്കിയില്ലേ? ആ ഭുവനേന്ദ്രൻ എന്തിനാടാ ഈ നാട്ടിൽ വന്നേ? ഏത്? നമ്മുടെ ചന്ദ്രേട്ടന്റെ മകൻ ഭുവനേന്ദ്രനാ? അവനെ ഞാൻ അറിയോ പോലുമില്ല. അവനെ നാട്ടിൽ വന്നിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പാ. ആഹാ, മുരുക പുഴുങ്ങ. പറയാ പറയാ പറയാ. അവന് സുഖമില്ലാതിരിക്കേണ്, ഞാൻ കൂട്ടിക്കൊണ്ടുവരാം. എന്ത് പറ്റിയടാ? പനി പിടിച്ച? ആ പന്നികള് പിടിച്ചടാ. രാവിലെ അവന്മാരെന്നെ കെട്ടിത്തൂക്കി പുഴുങ്ങിയടാ. നിന്നെ പുഴുങ്ങാൻ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ. യോമാരെന്തിനാ നമ്മളൊക്കെ പുഴുങ്ങണത്? ഇവരൊക്കെ മാൻ പുഴുങ്ങിയത് എക്സ്പോർട്ട് ഉണ്ടാ? അതേടാ, ഭൂനേന്ദ്രന്റെ വീട്ടിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പോവുക. ഞാൻ എല്ലാ സത്യവും തുറന്നു പറഞ്ഞടാ. നമുക്കോടനെ പോണം. ഞാൻ ഈ കഞ്ഞിയൊന്ന് കുടിച്ചോട്ടെ. വെറും വയറ്റില് യാത്ര ചെയ്യരുന്നു ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. വേണ്ടടാ, പോണ വഴിക്ക് അവന്മാര് വല്ല മട്ടനാ ചിക്കനൊക്കെ വാങ്ങി തരുവായിരിക്കും. എങ്കിൽ നന്നായി. പോകുന്ന വഴിക്ക് പള്ളിയേക്കടി കത്തി കയറ്റുമ്പോ വയറ്റിന്ന് കഞ്ഞി അച്ചാറൊക്കെ വരുന്നത് നമ്മുടെ നാടിന് നാണക്കേടല്ലേ? ചിക്കനും മട്ടനൊക്കെ ആകുമ്പോ അതിനൊരു അന്തസ്സുണ്ട്. பாண்டிதுரை இப்ப மாப்பிள்ளடா, எனக்கு கல்யாணம் வந்து சேரு குடும்பத்தோட. சரிண்ணே. அண்ணே, இதுல பொண்ணோட அப்பா பேர் இல்லையே? என் பொண்ணுக்கு அப்பா இல்லடா, நான் என் அக்கா பொண்ணு கட்டிக்க போறேன். இல்ல, எனக்கும் என் அக்கா பொண்ணுக்கு கல்யாணம். வந்து சாப்பிட்டு போ. இயாளுக்கு ஒரு கார்டு கொடு. എടി പുല്ലേ, നീ എന്തോന്നാ കരുതിയത്? നീ നിന്റെ തമ്പിയും കൂടെ ഒത്തുകൂടിയിട്ട് ബാക്കിയുള്ളവന്മാരെ പട്ടികളാക്കാവുന്നോ? எத்தனை நாளா இந்த வெட்டும் குத்து நடக்குது. இப்பவாவது இதுக்கு ஒரு பரிகாரம் கிடைக்கணும். എങ്ങനെ 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 പരിഹാരം கிடைக்கணும்? நம்ம பொண்ணு மீனா அந்த வீட்டுக்கு போயிடுச்சுன்னா எல்லா பிரச்சனைக்கும் பரிகாரம் கிடைச்சிடும். നിന്റെ മോൾ അവിടെ ചെന്ന് കയറുന്നതിന് മുമ്പ് എന്റെ ശവദാഹം നടത്തിയേക്കണം. എന്നാലേ ഇത് തീരൂ. മുതലാളി, നീ വന്നേ. എന്താടാ? മുതലാളി പറഞ്ഞതുപോലെ ഞാൻ ആ പൂനേന്ദ്രന്റെ നാട്ടിൽ പോയി. പറ. അവന്റെ പോസ്റ്റ് ഓഫീസ് കണ്ടുപിടിച്ചു. അവൻ എവിടുന്നാടാ പോസ്റ്റ് ഓഫീസ്? പോസ്റ്റ് ഓഫീസ് എന്ന് വെച്ചാ വിലാസം. എന്നിട്ട് വിലാസവും വീടും വീട്ടുകാരും അവനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഞാൻ കണ്ടുപിടിച്ചു. അവന്റെ അമ്മയും പെങ്ങളും ഒക്കെ ചെക്ക് കേസിലെ പ്രതികളാ. അയ്യോ, ഇന്ന് ഞാനൊന്നും മോട്ടിച്ചിട്ടില്ല. എടാ, അത് സത്യം തെളിയിക്കാനല്ല, അവനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിഞ്ഞതിന്റെ സന്തോഷത്തിനാ. കഴിക്കേ ഈ മുതലാളി.
എന്താടാ? എന്നാ എനിക്കൊരു സത്യം പറയാനുണ്ട്. ആ. ഈ പറഞ്ഞ പൂനേന്ദ്രനെ കുറിച്ചുള്ള സത്യം ഏ? ഇത്രയും കാലം ഞാൻ പറയാതെ പിടിച്ചു നിന്ന്. ഇനി എനിക്ക് ഈ രഹസ്യവും പേറി നടക്കാൻ വയ്യ. അത് ശരി. അപ്പൊ അങ്ങനെയും ചില നാടകങ്ങൾ ഞാൻ അറിയാതെ നടക്കുന്നുണ്ടായിരുന്നല്ലേ? വാ വാ. നിങ്ങളെന്താ ഇവിടെ? ഇവര് മാത്രമല്ല ഇവിടെ, വേറെ പലരും ഉണ്ട് ഇവിടെ. വാ ഇവിടെ. ആ വാ വാ വാ. ആരായി വരുന്നേ? ഇനിയിപ്പോ ഇരുന്ന് മോങ്ങിട്ടെന്താ കാര്യം? നിനക്ക് വേണ്ടിയുള്ള ചെക്കും മുദ്രപത്രങ്ങളും ഒക്കെ ഒപ്പിട്ട് തന്നപ്പോ ഇവരറിഞ്ഞിരുന്നില്ല അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന്. നിനക്കറിയാലോ, നിനക്ക് തന്ന പണമൊന്നും എന്റേതല്ല, ഒരു മാർവാടിയുടെ ഏജന്റ് മാത്രമാണ് ഞാൻ. നിനക്ക് വേണ്ടി ആ മാർവാടിയോട് ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി, പക്ഷെ അയാൾ കേസ് കൊടുത്തു. ജാമ്യമില്ലാത്ത വാറണ്ട് വന്നു. രണ്ടുപേരും ജയിലിൽ പോകുന്നായപ്പോൾ വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്യാൻ പോലും ശ്രമിച്ചു. ഇനി നീ തന്നെ തീരുമാനിക്കേ, ഞങ്ങളൊക്കെ ചാവണോ ജീവിക്കണോന്ന്. ഏതായാലും സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. എന്ത് കാര്യത്തിനും ഒരു അവസാനം ഉണ്ടാവുമല്ലോ. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഇപ്പോ ഒരു അവസാനം ഉണ്ടായെന്ന് കരുതിക്കോ. ഈ കടവൊക്കെ ഞാൻ വീട്ടിക്കോളാം. വസ്തുവിന്റെ ആധാരം പാണ്ഡിതരുടെ കയ്യിലാണെങ്കിലും പക്ഷെ ഭുവനേന്ദ്രന്റെ പേരിലാണല്ലോ. എന്നായാലും അത് ഭുവനുള്ളതാ. അതൊരു സ്ത്രീധനമായിട്ട് കൂട്ടിയാ മതി. എന്റെ മകൾക്ക് വേണ്ടി ഞാൻ സന്തോഷത്തോടെ തരുന്ന സ്ത്രീധനം. എന്റെ മോള് പറയുക, അവൾ ഇവനെ അല്ലാതെ മറ്റാരെയും സ്വീകരിക്കില്ല എന്ന്. ഞാനിവിടെ ജീവിച്ചിരിക്കുമ്പോ എന്റെ അനുവാദമില്ലാതെ എന്റെ മോളെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ് നാടുനീളെ കല്യാണം വിളിച്ച് നടക്കുകയല്ലേ ഇവിടെ അനിയൻ പാണ്ഡിത്തൊര. അവൻ നിശ്ചയിച്ച ദിവസം നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ എന്റെ മകളുടെ കല്യാണം നടക്കും. പക്ഷേ അവളെ കഴുത്തി താലി കെട്ടുന്നത് അവൾക്കിഷ്ടപ്പെട്ട പയ്യനായിരിക്കും. ഇത് വെറും വാശിയല്ലടാ. നിന്നെ ഞങ്ങൾക്കെല്ലാവർക്കും ഒരുപാടങ്ങ് ബോധിച്ചു. എന്റെ മോൾക്കൊരാളെ ഒരുപാടങ്ങ് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അയാളെ സ്നേഹിക്കാനും സ്വീകരിക്കാനും കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ അവളുടെ തന്തയാണെന്ന് പറഞ്ഞിട്ട് എന്താണ് അർത്ഥം? മല്ലികേ, സാപ്പാട് എടുത്തു വയ്യമ്മ. ഇനി നമുക്ക് ആഹാരം കഴിച്ചിട്ട് സംസാരിക്കാം. വന്നാട്ടെ. നമുക്കുള്ള ഭക്ഷണം തൊഴുത്തിന് പുറത്തു വെച്ചിട്ടുണ്ട്. വാ തരാം. டேய், என் பொண்ணுக்கு கல்யாணம்டா. புடி. என்னண்ணே, பையன் பேர் இதுல இல்லையே. ഉണ്ടാവില്ല. കാരണം കണ്ട എമ്പോക്കും തെമ്മാടിയൊന്നും അല്ല ചെക്കൻ. എന്റെ പൊണ്ണുക്ക് മനസ്സാ പിടിച്ചവൻ. അവക്ക് ഇഷ്ടപ്പെട്ട ഒരുത്തരുണ്ട്, അവൻ വന്ന് താലി കെട്ടു. ഡേയ്, നീയും വരണം കല്യാണത്തിന്. ആ, നിന്റെ കല്യാണം ഒന്നല്ലേ, നിന്റെ അക്കാ പൊണ്ണുമായിട്ട്. ഇത് ഏൻ പൊണ്ണു മീന വന്ന സാമ്പാറും കുട്ടി സാപ്പറടിച്ചിട്ട് പോടാ. ഡേയ് മുത്തുമാണിക്കം, എൻ പൊണ്ണുക്ക് കല്യാണം വേടാ. வாய தொடடா, குடிடா. அப்புறம் உண்மை சொல்லடா. പറയടാ, ആരാ പയ്യൻ മീനയെ കെട്ടാൻ ഒരെണ്ണവൻ? അത് അവനാ, ആ പൂനേന്ദ്രൻ. അവനെ എല്ലാവർക്കും ഇഷ്ടമാ, എനിക്കും ഇഷ്ടമാ. നല്ല ബെസ്റ്റ് പയ്യൻ. അവൾക്ക് ഇഷ്ടമാണോ? ആർക്ക്? മീനമോക്കോ? അവക്ക് ജീവനാ.
അവനെ അല്ലാതെ മറ്റാരെയും കല്യാണം കഴിക്കൂല എന്ന് മീന മോള് മുതലാളിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു. ഓ വാങ്ങ വാങ്ങ. നീ എവിടെ പോയി? അത് ഞാനൊന്ന് പുറത്തു വരെ. ആ ഞാൻ വേട്ടക്ക് പോരെ, നീ വാ. അല്ലണ്ണ, എനിക്ക് കുറച്ച് സംസാരിക്കണം. അതൊക്കെ നമുക്ക് സംസാരിക്കാം, വാ. മുപ്പത് വെള്ളിക്കാശിന് യൂദാസ് ഒറ്റിക്കൊടുത്ത പോലെ 30 മില്ലി റമ്മിന് ഞാൻ ഭുവനെ ഒറ്റിക്കൊടുത്തു മോളെ. അണ്ണ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ 30 ഏക്കർ വാങ്ങിയത് നീയല്ലേ? അത് സാരമില്ല, നീ തമ്പിടാ. അപ്പുറം കറുപ്പയ്യാൻ എന്റെ കല്യാണം ഉറപ്പിച്ചു, അതും സാരമില്ല. അട നീ തമ്പിടാ. ആനാത് പൊണ്ണു മീന, അവൾ ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ. അവളുടെ മനസ്സില് ഞാനല്ലാതെ വേറെ ആരും ഉണ്ടാവാൻ പാടില്ല. അങ്ങിനെ ആരെങ്കിലും ഉണ്ടായ അവൻ ഭൂമിയിൽ ഉണ്ടാവാൻ പാടില്ല. நீங்க இந்த பக்கம் போய் பாரு. അവൻ തപ്പിച്ചിട്ടാ അന്നേ 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 അവൻ എന്നാണ് ഇത്? ഇവൻ നമ്മാണ് തന്നെ. ആരുടെ ഇവനെ കൊന്നത്? അന്നേ നീങ്കതാ ഇവനെ കൊന്നത് ഭുവൻ. ഭുവൻ ഇവനെ കൊണ്ടിട്ട് ഓടിപ്പോയാച്ചേ. ഇത് പോയി சொல்லு, போலீஸ் போய் சொல்லு. கொலை பண்ணிட்டு ஓடி போயிட்டான்னு சொல்லு. 2 நாள்ல என் கல்யாணம். இந்த 2 நாளும் ஊருக்குள்ள வரக்கூடாது, புரிஞ்சுதா? போய் சொல்லு. கருப்பைய பொண்ணா? நம்ம பாண்டி அண்ணனுக்கு கல்யாணம். அண்ணன் என்ன சினிமாவில் நடிக்கிறாரா? அது இல்லடா, நம்ம அண்ணனுக்கு கல்யாணம். மாப்பிள்ள கொஞ்சம் நேரத்தை வந்திருக்கடா. ஏய் என்னண்ணா, இந்த நாயை அடிச்சு வெளியே தள்ளுங்கடா. வாங்கடா. கிழிச்சு போடுங்கடா. வாங்கடா. ஐயோ என்னச்சு എന്താന്ന് അറിയില്ല. ആമാ കെട്ടിമേണ നാദസ്വരം എല്ലാം ഏർപ്പാട് ചെയ്തു. പിന്നെ
சாப்பாடு சத்தி வைக்க ஆறா கேரளாவில இருந்தோ മുഹൂർത്തം കുറിച്ചിട്ടുണ്ട് 10നും 10:30 ഇടയ്ക്ക് പിന്നെ കൃത്യസമയത്ത് കെട്ട് നടക്കണം എന്താ നീ അകത്ത് പോയി ഫോൺ ഇങ്ങനെയുള്ള അടച്ചത് അല്ലെങ്കിൽ നിനക്ക് പോലീസിനെ വിളിക്കാനും കേരളത്തിൽ നിന്ന് ഗൂണ്ടകളെ വിളിക്കാനും ഒക്കെ തോന്നും അതുകൊണ്ടാ ഹായ് ഹൗ ആർ യു മുറൈമാമനാച്ചി ഹാപ്പി 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 നീയോ? അതേടാ ഞാൻ തന്നെ. തല്ലിക്കൊല്ലം നിർത്തല്ലേ. ആരോ വരുന്നു കരുതി തല്ലു കൊള്ളാതിരിക്കാനാ കരിയിലിട്ട് മൂടിയത്. അപ്പൊ കരിയിലുള്ള മോളിൽ കൂടെ അടിക്കടാ. നീ എന്താ ഇവിടെ? പിക്നിക്ക് വന്നതാ. ഒളിവിലാടാ. അവരൊക്കെ എവിടെയുണ്ട്? ഉമാകാന്തനും ഉമ്മച്ചനും. അവരെയൊക്കെ ആ ഗുണ്ടകൾ ഉമ്മ വെച്ച് കളിക്കുന്നുണ്ടാവും. നീ എന്തായാലും അവരെ കണ്ടുപിടിക്കണം. മീനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടുത്തണം. മീനയെ ആ വീട്ടിന്നാ? നീ നടക്കണ കാര്യം വല്ലതുണ്ടേ പറ. നടക്കണം, നടന്നേ പറ്റൂ. കല്യാണ പന്തല്ല അവൾ ഉണ്ടാവാൻ പാടില്ല. ദേവിയേ ദേവിയേ. ഈ വീട്ടിൽ ഒരു കല്യാണം നടക്കാൻ പോകുമ്പോ ഒരു സന്തോഷവും ഇല്ലാതെ നിൽക്കുന്ന ചിരിയടാ. സന്തോഷിക്കടാ. നിർത്തുകടാ. ഈ വീട്ടിൽ ഇനി ആരും കരയാൻ പാടില്ല, ദുഃഖിച്ചിരിക്കാൻ പാടില്ല. എല്ലാവരും ആടനും പാടനും. അതിനായി കരകാട്ടം മയിലാട്ടം എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ കല്യാണം ഗംഭീര ഉത്സവം പോലെ ആഘോഷിക്കണോ? എല്ലാവരും എല്ലാ ഇടത്തിലും പോയി ആടി പാടി സന്തോഷിപ്പിക്ക്. ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ നിന്നാ മതി. ഞങ്ങൾ രണ്ടുപേരും അകത്തു പോയി മീനെയും കൂട്ടി വേഗത്തിൽ പുറത്തു വരാം. നീ കുതിരവണ്ടി റെഡിയാക്കി നിർത്തിക്കോ. വന്ന ഉടൻ പുറപ്പെടാം. ഞാൻ മീനെ കണ്ടിട്ടില്ല. മീനെ എങ്ങനെ ഒറ്റക്കാണ് വന്നെങ്കിൽ എനിക്കിത് മീനെയാണെന്ന് എങ്ങനെ മനസ്സിലാവും? ഓ ശരിയാണ്. ഒരു ഐഡിയ ഉണ്ട്. ഞാനൊരു മന്ത്രം പഠിപ്പിച്ചതാ. അത് നിങ്ങൾ മീനിനെ പഠിപ്പിച്ചാ മതി. വാ വാ. ഓം ബ്രഹ്മണേ മൂർത്തിമതേ ശ്രുതാന ശുദ്ധിഹേതവേ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. വാദിനാം വാദിനേ വാചയമാന. പന്നി, ഇത് ഞാൻ പഠിക്കുമ്പോഴേക്കും 1.5 ആഴ്ച എടുക്കും. ഇത് അവിടെ ചെന്ന് അവളെ പഠിപ്പിച്ച് അവൾ അവിടെ നിന്ന് ഇവിടെ വന്ന് ഇത് പറയുമ്പോഴേക്കും പാണ്ഡിതരെ നമ്മുടെ 16 അടിയന്തരം നടത്തും. നീ ഇവിടെ വെറുതെ നിന്നാ മതി. ഞാൻ ഇവിടെ നിൽക്കുന്ന ആരെങ്കിലും കണ്ടാലാ? നീ ആ പുല്ലിന്റെ അടിയിൽ പോയി വിളിക്ക്. ആര് കണ്ടില്ലെങ്കിൽ പുല്ലിൽ പോയി ഒളിച്ചത് വേസ്റ്റ് ആവൂലേ? ഇങ്ങോട്ട് മാറേ. പുല്ലിൽ ഒളിക്കടാ പുല്ല്. വല്ലവന് പുല്ലും ആയുധം. ഇപ്പൊ വല്ലവന് പുല്ല് നമുക്ക് ആയുധം. என்னண்ணே கிளிகிளியா? என்ன தண்ணி சாப்பிடலாமா? சாராயமா? வாங்கண்ணே சேர்ந்து சாப்பிடலாம். മൂന്ന പൊടിയിട്ടുള്ള കുറുക്കനാണെന്ന് വിചാരിക്കും. എന്നാലും കുഴപ്പമില്ല, ഞാനാണെന്ന് വിചാരിക്കാതിരുന്നാ പുലി. ഇതാണോ മീന? തലയിൽ പൂവുണ്ട്, കാലിൽ പാദസ്വരമുണ്ട്. അപ്പൊ ഇത് തന്നെ മണവാട്ടി. പാവം, ടെൻഷൻ കൊണ്ടായിരിക്കും സാരി പോലും എടുക്കാൻ മറന്നുപോയി. മീന, എന്നെ മനസ്സിലായില്ലേ? நீங்க யாரு? இது என்ன ஆட்டோ? மயிலாட்டோ பாத்திருக்கே, புலியாட்டோ பாத்திருக்கே. இது என்ன ஆட்டோ? ഇത് മാർഗം കളി. மார்க்கம் களியா? ഒരു മാർഗം ഇല്ലാണ്ടാവുമ്പോ ഒരു കളി കളിക്കൂലേ, മാർഗം കളി. நீங்க எதுக்கு வெளியே இருக்கீங்க? വണ്ടി കിടക്കണം. உள்ள போய் ஆடலாமே. வாங்க ഇങ്ങോട്ട് വന്നേ. வாங்கண்ணா.
എന്തിനകത്തേക്ക് വന്നത്? എന്നെ മണവാട്ടി കൂട്ടിക്കൊണ്ടുവന്നതാ. മണവാട്ടിയാ? ഇതിനെ മണത്തിട്ട് ആട്ടി ഓടിച്ചത് അതിനെ കുട്ടി പിന്നെ വന്നാ? പോടാ എടാ, പോടാ. പിന്നെ നിന്ന് ആടടാ. എടാ പെണ്ണിനെ വിളിച്ചോ. எங்க அடிக்கணும்? இங்கயா? ஆமா, அங்கதான். இங்க நல்லா இருக்கும். தம்பி இங்க போகுமா? கீழே கொஞ்சம் கூட கீழே வா. இங்க? அங்க போதும். ஓ புடி. போடுங்க. போதுமா? போதும் போதும், மேலே ஏறி வா. ഓ, കുറച്ചും കൂടി തെറ്റിയിരുന്നെങ്കിൽ എന്റെ ബലൂൺ പെട്ടു പോയനെ. ബെറ്റ് വീണ്ടും എക്സിലാണ് കുത്തി അടിക്കണത്. മോളെ, ഇതൊക്കെ ഉടുത്തൊരുങ്ങി വേഗം ചെല്ലാൻ പറഞ്ഞു. എനിക്ക് വയ്യ. അയാളോട് തന്നെ ഒരുങ്ങി കെട്ടിയിരുന്നോളം പറ. തൽക്കാലം അവര് പറയുന്നത് അനുസരിക്കുന്നതാ നല്ലത്. ശരിയാ മോളെ, എന്തായാലും എല്ലാത്തിനും ബോനൊരു പരിഹാരം കാണാതിരിക്കില്ല. അതുവരെ അവര് പറയുന്നത് അങ്ങോട്ട് കേൾക്കുന്നതല്ലേ നല്ലത്. ഇവിടെ ഇരിപ്പുണ്ട്. എന്താണോ ഉമ്മ വയ്ക്കണമെന്നാ? ഇവൻ ഈ പെണ്ണുങ്ങളെ ഉമ്മ വയ്ക്കണം. ഉമ്മ വയ്ക്കാൻ തൊട്ടാ കടകലടി, കടകം മറുകടകം, പീലിക്കടകലടി. വല പിടിച്ചു വലിക്കരുത്, മയിൽപ്പീലിക്ക് വില കൂടുതലാണ്. ഞാനാ പാസി. വേഗം വാ, ഇതുവഴി പൊയ്ക്കോ. വാ വാ, അവിടെ ആരെങ്കിലും ഉണ്ടാ? നോക്കട്ടെ, ആരുല്ല. വാ വാ. ഞാൻ ആദ്യം ഉറങ്ങാം, എന്നിട്ട് ഏണി വെച്ച് തരാം. ദൈവമേ, തീർന്നു. എന്ത് കോപ്പാടാ? എല്ലാം നശിപ്പിച്ചിട്ടുള്ളത്. നിന്നോട് വണ്ടി എടുക്കാൻ പറഞ്ഞിട്ട് എടുക്കാൻ എന്താടാ? എന്നെ കണ്ടു ഒരു കാര്യം പറഞ്ഞു. என்ன பாசி? என்னடா பாசி? இது ரொம்ப அழகா இருக்கு. നീ ആരടാ പുല്ല്? ഞാനൊരു പുൽമൈതാനത്തിൽ കിടന്ന് ഉറങ്ങായിരുന്നു. ഓർമ്മ വന്നപ്പോ ദേ ഇവിടെ കിടക്കണ്. ആരെങ്കിലും പുല്ലെറിഞ്ഞ കൂട്ടത്തിൽ പെട്ടുപോയതായിരിക്കും. ഉറക്കം ശരിയായാലോ, ഒന്ന് ഉറങ്ങട്ടോ. കളിച്ച് കളിച്ച് ദേശീയ പക്ഷിയോടാണ് കളിയെ. ഇതിലും വലിയ ആളിലൊക്കെ ഞാൻ പറ്റിച്ചേക്കണ്. പിന്നെ നീ പാണ്ഡിതുരാന്ന് പറഞ്ഞ ഗുണ്ടാ. ഇത് ആരുടെ മയിലല്ലേ സാർ? മയിൽ തന്നെയാണ് സാർ. മയിലെണ്ണ 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 കുടിങ്ങടാ അവനെ. ഉമ്മച്ചനല്ല, മയിലാണ്. ഉമ്മച്ചനല്ല. അരിവാളി ചെട്ടിയാൻ വന്നു. എന്തിനാണ് മയിലായിട്ട് ഓടിക്കണത്? മയിലാഞ്ചി ഇറക്കാനാ? കാലം പിടിച്ചു നോക്കണത്. ഇരുന്ന് പറക്കണ ചെട്ടി മാറിയിട്ട് സൂപ്പർമാന്റെ ചെട്ടി ഇട്ട. வணக்கம் சாமி. அடிக்காதுங்கடா, கல்யாணத்துக்கு வந்தவங்க எல்லாரும் ஹாப்பியா இருக்கணும். பாடணும், ஆடணும். ஹைரப்பா 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 ஹைரப்பா. മയിലിൻ കൊണ്ടിൽ പൂക്കൾ പീലിനുള്ളിൽ
കന്നിത്താലം പോലിഞ്ഞ എൻ കുന്നിത്താളം വെടിഞ്ഞ മരുഭൂമിയിൽ അരുവിയാകും മുറൈമാമനാരുടെ ഭാഗ്യം ഇവൾ പൊങ്കൽ തോൽക്കും എങ്കൾ പൊന്നാള് അനുരാഗം ഗതിമാറും ഗാനത്തിൻ മോഹമേ ആലാപശ്രുതി നൊന്തിടരും ശാലീന സ്നേഹമേ എൻ വീണക്കമ്പി ഒഴിഞ്ഞ നിന്നീട കൈകൾ പിരിഞ്ഞ മലർമങ്കയൻ മനവിയാകും മധുമാസവാസனை തൂകും ഇവൾ മഞ്ചൾ ചാത്തും ചഞ്ചൽ കണ്ണാള് யாரது? அம்மா ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. தெரியும்டா, எனக்கு எல்லாம் தெரியும். இந்த வீட்டுல மீதி இருந்த அந்தஸ்து அபிமானம் எல்லாம் போகுதுடா. உங்க அண்ணன் பெரிய பாவம் பண்ண போறான். அதுல இருந்து மீனாவை நீதான் காப்பாத்தணும். நாளைக்கு நடக்க போற அந்த கல்யாணம் நடக்க கூடாது. உன்னைய சொந்த புள்ளையா நினைச்சு கேட்டுக்கிறேன்ப்பா. മീനമോളെ ഒന്നിങ്ങോട്ട് വന്നേ. ஹலோ. ஏய் பாண்டி. டேய் டேய் யாரடா அவன்? நான் தான்ടാ ഭുവനചന്ദ്രൻ. ഈ നാട് മുഴുവൻ നിന്റെ കല്യാണം കാണാൻ അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഒരാൾ മാത്രം അവിടെ എത്തില്ല, നിന്റെ അമ്മ. അമ്മ ഇപ്പൊ എന്റെ അടുത്തുണ്ട്. നിന്റെ കല്യാണം കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോ ഇവിടെ ഒന്നും ബാക്കിയുണ്ടാവില്ല. നീ എന്ത് ചെയ്യോടാ? കൊല്ലുവോ? അമ്മയെ നീ കൊല്ലുവോ? കൊല്ലടാ. ആ കിളവി ചെത്താല എനിക്ക് ഒന്നുമില്ല. എനിക്ക് അതിലും വലുതാ ഈ കല്യാണം. അറിയാം, നിന്റെ അമ്മയെ കൊന്നാലും നിനക്കൊന്നുമില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഒന്നുണ്ട്, നിന്നെ ഈ നാട്ടിൽ ഒന്നും അല്ലാതാക്കുന്ന ഒരു കാര്യം. പറയടാ. ഈ കാണുന്ന സ്വത്ത് മുഴുവൻ നിന്റെ അമ്മയുടെ പേരില. അത് മുഴുവൻ ഞാൻ എന്റെ പേരിലേക്ക് എഴുതി വാങ്ങിക്കാൻ പോവാ. நீ எந்த பத்திரத்துல கையெழுத்து போட சொன்னாலும் நான் போடுவேன். அவனுக்கு ஒண்ணுமே கொடுக்க மாட்டேன். சொல்லுடா அவங்கிட்ட. ஏய், ரொம்ப சத்தம் போடாத. வெளியில பாரு. നിനക്ക് നിന്റെ സ്വത്തുക്കൾ വേണമെങ്കിൽ എന്റെ ആളുകളോടൊപ്പം മീനം കൂട്ടി ഇവിടെ വരണം. കല്യാണം അവിടെയല്ല, ഇവിടെ നിന്റെ വീട്ടില്. ഈശ്വര, ശക്തി തരണേ. Hey! Hey!
ബാസി അത് കൊണ്ടുവാ. ധൈര്യം இருந்தா താലി എടുത്ത് കെട്ട്. എന്നാച്ചെന്നെ നിന്ന് പോയിട്ടിങ്ക കയ്യിലൊരു തോക്കും ചുറ്റും എന്തിനും തയ്യാറായ കുറെ ഗുണ്ടകളുണ്ടെങ്കിൽ മറ്റുള്ളവരെ അനുസരിപ്പിക്കാൻ എല്ലാവർക്കും സാധിക്കും. നീ ആമ്പിള இருந்தா താലി എടുത്ത് കെട്ട്. ആണത്തം തമിഴ്നാട്ടിലെ തെളിയിക്കുന്നത് തുപ്പാക്കി കാട്ടിട്ടല്ലടാ, സിലമ്പാട്ടമാടണോ ജയിக்கிறவன் ആമ്പിള. അറിയാം, தெரியுமில்ல? வாடா, தைரியம் இருந்தாவா, நீயா நானா பாத்துடலாம். വേണ്ട. சிலம்பாட்டத்தில துப்பாக்கி எடுக்கக்கூடாது. കൊല്ലട, കൊല്ല്. നീ ജയിച്ചു. കൊല്ലട, കൊല്ല്. വേണ്ട, എനിക്ക് ജയിക്കണ്ട. ജയിക്കാൻ വേണ്ടിട്ടല്ല ഞാൻ വന്ന്, ആരെ തോപ്പിക്കാൻ വേണ്ടിട്ടുമല്ല. ദേ, എന്റെ അച്ഛനും അമ്മയും പെങ്ങളുവാ. പിന്നെ ഞാൻ കാരണം അപകടത്തിൽ എന്റെ കൂട്ടുകാരും. ഇവരെയൊക്കെ ആത്മഹത്യ നിന്ന് രക്ഷിക്കാൻ വേണ്ടിട്ടാ ഞാനിവിടെ വന്നത്. ഇവരെയൊക്കെ ആ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷിച്ചത് ദാ ഈ നിൽക്കുന്ന മനുഷ്യനാ. അത് അങ്ങേരുടെ മകൾക്ക് എന്നോടുള്ള സ്നേഹം കണ്ടിട്ടാ. ആ സ്നേഹം കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്കാവില്ല. എനിക്ക് ഇവളെ സ്വീകരിച്ചേ പറ്റൂ. ഇപ്പൊ ഞാൻ ഇവളുടെ കഴുത്തിൽ താലി കിട്ടുന്നത് അണ്ണന് ഇഷ്ടമല്ലെങ്കിൽ കൊന്നുള്ളൂ. നിങ്ങൾ എന്നെ തമ്പിന്ന് വിളിച്ചത്
എന്തർത്ഥത്തിലാന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ നിങ്ങൾ അണ്ണാന്ന് വിളിച്ചത് എന്റെ കൂടെ പറഞ്ഞ സ്വന്തം ഏട്ടനെ പോലെ കണ്ടിട്ടാ. അണ്ണന്റെ കൈകൊണ്ട് മരിച്ചു വീഴാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. നീതാനാ ഭുവനേന്ദ്രൻ? അതെ. വണ്ടിയിലേറ്. വേണ്ട. என்ன சார், எதுக்கு நீங்க? சின்னசாமியை கொலை பண்ணது அவனல்ல, நான். இங்க வாடா. இந்த ரொமான்டிக் மாதிரி അണ്ണൻ തമ്പി സ്നേഹം എനിക്ക് അറിയാത്തടാ. ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല, എന്നെയും ആരും സ്നേഹിച്ചിട്ടില്ല. ആനാ ഇപ്പോ എന്തൊക്കെയോ മനസ്സിൽ വരുന്നു. കണ്ണിലെ തണ്ണി കൂടെ വരത്തില്ല. ഞാൻ തിരിച്ചു വരും. പഴയ പാണ്ഡിതുറയായിട്ടല്ല, ഓ അണ്ണനാ. சார், இவன் என் தம்பி. இவன் கல்யாணம் முடிச்சுட்டு போலாமா? சரிங்க. ஹலோ, how are you? I am fine. Thanks.